കണ്ണൂർ വളപട്ടണം ഗ്രാമപഞ്ചായത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. ജീവനക്കാരുടെ ശമ്പളവും പഞ്ചായത്ത് അംഗങ്ങളുടെ ഓണറേറിയം അടക്കമുള്ള ആനുകൂല്യങ്ങളും മുടങ്ങിയിട്ട് 2 മാസത്തിലേറെയായി. പഞ്ചായത്തിന്റെ 1 കോടിയിലേറെ രൂപ വളപട്ടണം സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപമായിരിക്കെയാണ് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട്. 14 ജീവനക്കാരും 16 അംഗങ്ങളുമുള്ള വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ദൈനംദിന ചെലവിന് പോലും മാർഗമില്ലാത്ത അവസ്ഥയിലാണ് നിലവിൽ. 2 മാസമായി ജീവനക്കാരുടെ ശമ്പളം നൽകിയിട്ട്. ഇതിനൊപ്പം ഇവരുടെ PF ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും മുടങ്ങിയിരിക്കുകയാണ്. പഞ്ചായത്തിലെ മുൻ അംഗങ്ങളുടെ 2 മാസത്തെ ഓണറേറിയവും ലഭിക്കാനുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഉണ്ടായിരുന്ന പഞ്ചായത്തിന്റെ 2 കോടിയോളം രൂപ വളപട്ടണം സഹകരണ ബാങ്കിലേക്ക് മാറ്റിയിരുന്നു. കടുത്ത സാമ്പത്തിക ബാധ്യത നേരിടുന്ന ബാങ്കിന് പഞ്ചായത്തിന്റെ പണം തിരികെ നൽകാൻ സാധിക്കാതെ വന്നതോടെയാണ് പ്രതിസന്ധി കടുത്തത്. ആ ബാങ്കിലേക്കാണ് 2019-20 2 വർഷങ്ങളായിട്ട് 2 കോടി രൂപ വളപട്ടണം പഞ്ചായത്തിന്റെ ഫണ്ട് നിക്ഷേപം മാറ്റിയത്. ആ പൈസ കൃത്യമായി വളപട്ടണം പഞ്ചായത്തിന്റെ ആവശ്യത്തിന് കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. അതാണ് ഇപ്പം നിലവിലെ പ്രതിസന്ധി കാരണം. ലീഗ് ഭരണസമിതിക്ക് കീഴിലുള്ള ബാങ്കിന്റെ പ്രതിസന്ധി മറികടക്കാനാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി വൻ തുക നിക്ഷേപം നൽകിയത്. എന്നാൽ വായ്പാ തിരിച്ചടവടക്കം മുടങ്ങിയ വളപട്ടണം ബാങ്കിന് നിക്ഷേപം തിരിച്ചു നൽകാൻ പറ്റാത്ത അവസ്ഥയാണ്. ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1, കണ്ണൂർ.